കൊല്ലം കുളപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു പ്രൊജക്റ്റാണിത്. അറൗണ്ട് 2700 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. സോ ഈ പ്രോജക്റ്റിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഫ്യൂ ഇയേഴ്സ് ബാക്ക് സഫയർ ആൻഡ് ഫാമിലിക്ക് വേണ്ടി ചെയ്ത അവരുടെ റെഫറൻസിലാണ് ഈ പ്രോജക്റ്റ് വന്നേക്കുന്നത്. സോ സഫയറിൻ്റെ വീട് കാണണമെങ്കിൽ ഇതിനകത്ത് ഞാൻ ഐക്കൺ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇതും ഒരു മുസ്ലിം ഫാമിലിയുടെയാണ്. നിങ്ങൾ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ യു ക്യാൻ സീ അത് ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില സിമ്പിൾസൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരു മണിച്ചിത്രത്താഴിൻ്റെ പൂട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സോ എനിവേ നമുക്കകത്ത് നോക്കാം. ഞാനിത് സോഫയൊക്കെ ജസ്റ്റ് കൊണ്ടിട്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ആരും വന്നിട്ടില്ല, സെറ്റിംഗ് വരെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. സോ ലെറ്റ് us ഗോ ത്രൂ ദിസ് പ്രൊജക്റ്റ്. ആൻഡ് സ്റ്റീലിലെ കോമ്പിനേഷനിലുള്ള സ്റ്റെയർ കേസാണ്. അപ്പോൾ ഈ ഗ്ലാസ് ഇത് ചെറുതായിട്ടൊന്ന് കർവ്ഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസാണ്. ഈ ഗ്ലാസ് ബെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു സിംഗിൾ ഗ്ലാസ് പീസ് ബെൻഡ് ചെയ്തതല്ല, അങ്ങനെ ബെൻഡ് ചെയ്യാനും പോസിബിളാണ്. പക്ഷേ അത് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. സോ ഇതാണെങ്കിൽ നമ്മൾ ബെൻഡ് ഉണ്ടെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഒരു ചെറിയ ബെൻഡ് വെച്ചിട്ടാണ് ഇത് ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത്. ബട്ട് ദിസ് ഈസ് ഓൾസോ നമ്മളൊരു നോർമലി ഗ്ലാസ് പീസ് ഇടുന്ന പോലെയല്ല. ഇങ്ങനെ കുറച്ച് ബെൻഡ് ചെയ്തെടുക്കുമ്പം നോർമലിനെക്കാട്ടി കുറച്ചും കൂടെ ഇത് കോസ്റ്റ്ലി ആവും. സ്റ്റെപ്സിൻ്റെ ത്രെഡിലെല്ലാം ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത്. യൂഷ്വലി വേർട്ടിഫൈഡ് യൂസ് ചെയ്യാറില്ല, കാരണം നമുക്ക് ഉരുട്ടിയെടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. പക്ഷേ ഇപ്പം പുതിയതായിട്ട് മാർക്കറ്റിൽ വേർട്ടിഫൈഡ് വന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റെപ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. കർട്ടൻസിൻ്റെ ഇങ്ങനെ ടോപ്പിൽ നിന്നൊരു വ്യൂ യൂഷ്വലി കിട്ടാറില്ല. സോ ഈ കർട്ടൻസിൽ ഹെവി വെൽവെറ്റ് ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷിയറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ അറിയാം ഇതിൽ എത്രമാത്രം ലെയേഴ്സ് ഉണ്ടെന്ന്. സോ ഇത്രയും കർട്ടൻ കാണുമ്പോൾ പലരുടെയും ആലോചിക്കുന്നത് ഇതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ചാണ്. സോ ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിലൊരിക്കലാണ്, പൊടിയുടെ ലെവൽ അനുസരിച്ച് വർഷത്തിലൊരിക്കലാണ് കഴുകുന്നതെങ്കിൽ ഇത് വാഷിംഗ് മെഷീനിൽ ഉപയോഗിച്ച് കഴുകാൻ പറ്റത്തില്ല. അത് ഈ റിങ്സ് ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ വളരെ നേർത്തൊരു സോപ്പ് സൊല്യൂഷനിൽ നമുക്ക് നോർമലി ബക്കറ്റിലിട്ട് കഴുകാം. അതുപോലെ ഇത് ഉണക്കുമ്പോഴത്തേക്ക് ഒരുപാട് ക്രഷ് ചെയ്യേണ്ട, പിഴിഞ്ഞ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇരിക്കും. ഇത് ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയുകയാണ്. എൻ്റെ വീട്ടിലുള്ള കർട്ടൻ ഒരു 3 times ഒക്കെ കഴുകിയിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ബിക്കോസ് ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡെക്കർ പോലത്തെ ബ്രാൻഡിൻ്റെയാണ് നമ്മൾ മെജോറിറ്റി പ്രോജക്ട്സിലും യൂസ് ചെയ്യുന്നത്. പുതിയതായിട്ട് വെക്കുമ്പോഴത്തേക്ക് അതിലുള്ളൊരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വീട് നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് കണ്ണിന് കുളിർമയുള്ളതും കാണാൻ ഭംഗിയുള്ളതും ഒക്കെ ആഡ് ചെയ്യും. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മുടെ യൂട്ടിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ള കുറേ കാര്യങ്ങൾ നല്ല സൗകര്യമായിട്ട് നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ തുണി നനയ്ക്കുന്ന സ്ഥലമാണ്. സോ സ്പേസ് എന്ന് പറയുന്നതൊരു ലക്ഷറിയാണ് ശരിക്കും. സോ ഇങ്ങനത്തെ സ്പേസ് എല്ലാ പ്രോജക്റ്റിലും ഒന്നും കിട്ടത്തില്ല. ഇവിടെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് തുണി നനയ്ക്കാനായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വീട്ടിലൊരു 4 മെമ്പേഴ്സാണ് ഉള്ളതെങ്കിൽ എല്ലാവരുടെയും ഒരു സൺഡേ ആണ് നനയ്ക്കുന്നതെങ്കിൽ പോലും ഇതെല്ലാം ഒരുമിച്ച് ഒറ്റയടിക്ക് വിരിച്ചിടാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്, വിച്ച് ഈസ് വെരി കൺവീനിയൻറ്റ്. മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, സൈഡിൽ നെറ്റുണ്ട്. അപ്പോൾ നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ട്, നല്ല ചൂട് കൊണ്ട് തുണി ഉണങ്ങും. ഇത് ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു ലക്ഷറി ഒന്നും ഇത് ശരിക്കും ഇവിടെ നമ്മുടെ ഇന്ത്യൻസിനൊക്കെ ഉള്ളൊരു ലക്ഷറിയാണ്. ഇങ്ങനെ വെയിലത്തൊക്കെ ഇട്ട് തുണി ഉണക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നത് എല്ലാ രാജ്യക്കാർക്കും ഇത് അവർക്ക് അവൈലബിൾ അല്ല. പല സ്ഥലത്തും ഇതൊന്നും അലൗഡ് അല്ല. ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ എത്ര സ്റ്റോറേജ് വേണം, അത് എവിടെയാണ് വേണ്ടത്, എങ്ങനത്തെ സ്റ്റോറേജാണ് വേണ്ടതെന്നുള്ളതെല്ലാം കംപ്ലീറ്റ്ലി കസ്റ്റമറിൻ്റെ ഡിസിഷനാണ്. ബിക്കോസ് ഓരോ വീട്ടിലും ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. സോ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അൺയൂഷ്വലായിട്ട് ഇതിൻ്റെ ടോപ്പിലാണ്, കുറച്ച് ഉയരത്തിലാണ് ഇതിൻ്റെ മെജോറിറ്റി സ്റ്റോറേജും വരുന്നത്. അതുപോലെ ഇവിടെ അടുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് പുകയടുപ്പാണെങ്കിലും ഇതിൻ്റെ പുകയൊക്കെ പോകുന്ന പുറത്തോട്ടാണ്, അകത്തോട്ടൊന്നും പുക വരാത്ത രീതിയിലുള്ളൊരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാനിത് പുറത്തൂടെ കൊണ്ടുപോയി കാണിക്കാം. പുകയെല്ലാം പുറത്താണ് പോകുന്നത്. തടി വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് മാത്രമല്ല ഇതിന് കുറച്ച് പറമ്പൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റും.
വാർഡ്രോബ്സിൻ്റെ അകത്ത് 2 ഡിഫറെൻറ്റ് ലെവൽസിലാണ് ഇതിൻ്റെ ഹാങ്ങർ ഉള്ളത്. ടോപ്സ് ഒക്കെ ഇടാനായിട്ടും പിന്നെ കുറച്ച് ലെങ്ത് കൂടിയ ഡ്രസ്സ് ഇടാനായിട്ട്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചുരിദാർ ഉപയോഗിക്കുന്ന ഒരാളുടെ രീതിയിലായിരിക്കത്തില്ല ഒരു സാരി ഉപയോഗിക്കുന്ന ഒരാളുടെ അലമാര സെറ്റ് ചെയ്യേണ്ടത്. സോ ഇത് എൻറ്റയർലി നല്ലതായിട്ട് ഉപയോഗിക്കുന്നവരുടെ ഇൻപുട്ട് വേണ്ട ഒരു ഏരിയയാണ് വാർഡ്രോബ് അറേഞ്ച്മെൻറ്റ്. അതുപോലെ തേച്ച് മടക്കി വെക്കുന്ന കുറച്ച് പേരുണ്ട്, അതായത് കോട്ടൺ ഡ്രസ്സസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. സോ അവർക്ക് വേറൊരു രീതിയിൽ വേണം വാർഡ്രോബിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ. സോ വാർഡ്രോബിൻ്റെ അറേഞ്ച്മെൻറ്റും കിച്ചണിൻ്റെ അറേഞ്ച്മെൻറ്റും പെർട്ടിക്കുലർലി വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള നടക്കത്തില്ല. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഡിവിജ്വൽ ചോയ്സ്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ സൗകര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. Thank you for watching this video. ഒരു 2 വീക്സിൻ്റെ അകത്ത് ഇതിൻ്റെ ഫൈനലി ഫിനിഷ്ഡ് പ്രോജക്റ്റ് പോസ്റ്റ് ചെയ്യും. സോ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിരുന്ന നോട്ടിഫിക്കേഷൻ വരും. സോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്.